വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഹനാസ് കുക്കിംഗ് വേൾഡിൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ചില്ലിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു കുക്കർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബീഫിൻ്റെ വലിയൊരു പീസ് എടുത്തിട്ടുണ്ട്, 1/2 കിലോ ഉണ്ട് അത്. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നവരെന്ന് അടിച്ചെടുക്കുക. ഒരു 80% ബീഫ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഷേപ്പിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/4 ടീസ്പൂൺ എരിവില്ല മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു എഗ്ഗിൻ്റെ വൈറ്റാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്, എഗ്ഗ് വൈറ്റ്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മസാല പിടിക്കില്ല. നല്ല മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പാനോട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിന്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡായിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പുറത്തെ സൈഡിലേക്കൊന്ന്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ 3 പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് അടിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആക്കി എടുക്കണ്ട, അതിൻ്റെ മുന്നേ തന്നെ അത് എടുക്കണതാണ് നല്ലത്, നല്ല ഉള്ളു സോഫ്റ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഇതായിട്ടുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.